നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണ്. എല്ലാ ഇൻഡെക്സുകളും ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.71%, S&P 500 1.23%, നാസ്ഡാക്ക് 1.86% അപ്പായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ഒരു ഫെഡിന്റെ റേറ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ യുഎസ് ചൈന ട്രേഡ് ഡീലും പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചത്ര കൂടുന്നില്ല എന്നുള്ള കാര്യം എന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം റിസൾട്ട് വരുന്നത് വളരെ മികച്ച രീതിയിലാണ്. ഈ താരിഫിന്റെ പ്രഷറിനിടയിലും മാർക്കറ്റ് കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. യുഎസ് മാർക്കറ്റുകളെല്ലാം അതുകൊണ്ട് പോസിറ്റീവിൽ തന്നെയാണ് തുടരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. 170 പോയിന്റിന്റെ ഗെയിൻ ആണ് നിഫ്റ്റിക്ക് ഉണ്ടായത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഇന്നലെ സാമ്പത്തിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇന്ത്യ വളർച്ച അതിവേഗം കൈവരിക്കുന്നു എന്നാണ് സാമ്പത്തിക റിപ്പോർട്ട് പറയുന്നത്. ആഭ്യന്തര ആവശ്യം, അതുപോലെ മൺസൂൺ നല്ല രീതിയിൽ വരുന്നത്, ഇൻഫ്ലേഷൻ കുറഞ്ഞത്, GST റിഫോംസ്, അതുപോലെ വായ്പ വർധനവ്, RBIയുടെ ലിക്വിഡിറ്റി പരിഹരിക്കാനെടുത്ത നടപടികളെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ PSU ബാങ്ക്സിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ വന്നിരുന്നു. അത് PSU ബാങ്ക്സിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഇടയാക്കി. അപ്പൊ ഇത്തരം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ റിലയൻസിനെ സംബന്ധിച്ച് ഒരു AI ആയിട്ട് റിലേറ്റഡ് ഒരു ജോയിന്റ് വെഞ്ചർ, റിലയൻസിന്റെ ഓഹരികളും ഇന്നലെ 2% അപ്പായിരുന്നു. മറ്റൊന്ന്, ഗ്രോസ് റിഫൈനർ മാർജിൻ വളരെ പോസിറ്റീവായിട്ട് വരുന്നത് ഇത്തരം റിലയൻസ് ഉൾപ്പെടെയുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കെല്ലാം വളരെയധികം പ്രയോജനപ്രദമാണ്. അങ്ങനെ പൊതുവെ പോസിറ്റീവ് ന്യൂസുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന റിസൾട്ടുകളെല്ലാം പ്രതീക്ഷിച്ചതിനപ്പുറം എബോ ആവറേജ് എന്നുള്ള രീതിയിലാണ് റിസൾട്ടുകൾ വരുന്നത്. അപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലവിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ജപ്പാന്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. മറ്റൊന്ന്, ഇന്ത്യയുടെ IIP ഡേറ്റ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരും. മറ്റൊന്ന്, US ന്യൂ ഹോം സെയിൽസ് ഡേറ്റയും കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും ഇന്ന് വരുന്നതാണ്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കിയാൽ 74% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും ഷോർട്ട് പൊസിഷൻ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ക്ലൈന്റ് 66% ലോങ് ആണ് കീപ്പ് ചെയ്യുന്നത്. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖല വളരെ ശക്തമാണ് എന്നുള്ള രീതിയിൽ അത്തരം കമ്പനികൾ വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഗോൾഡ്മാൻ സാക്സിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നലെ റിസൾട്ട് വന്നതിന് സോണ BMW മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് വന്നത്. SRF നല്ല റിസൾട്ട് രേഖപ്പെടുത്തി. അതുപോലെ സുപ്രീം ഇൻഡസ്ട്രിന്റെ പ്രോഫിറ്റ് കുറഞ്ഞു, പക്ഷേ റവന്യൂ 5% വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡസ് ടവറും റവന്യൂ കൂടിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക. മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലവിലുണ്ട്. എങ്കിൽ പോലും ഇന്ന് എക്സ്പയറി ആണ്. രാവിലെ 50 to 100 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മാർക്കറ്റ് 26,050 മുകളിലൊക്കെ പോയാൽ കുറച്ചുകൂടെ അപ്സൈഡ് പ്രതീക്ഷിക്കുന്നതായിരിക്കും. നല്ല 25,930 ലെവൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിന് ആശംസിക്കുന്നു. താങ്ക് യു.